कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। श्री सीतालक्ष्मणभरतशत्रुघ्न हनुमल समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആരണ്യകാണ്ഡത്തിലത്തെ 3-ാം സർഗം നമ്മൾ അവസാനിപ്പിച്ചു അല്ലേ. അതായത് പഞ്ചവടിയിലേക്ക് പൊക്കോളാൻ അഗസ്ത്യസ്തുതി കഴിഞ്ഞ പഞ്ചവടിയിലേക്ക് പോയി. ഇനി ഇതിൽ നമ്മൾ ജടായു സംഗമം, ജടായുവിനെ മീറ്റ് ചെയ്യണതാണ് ഇതിൽ വരികയാണ് കേട്ടോ. അപ്പോൾ ആസ് യൂഷ്വൽ ആരണ്യകാണ്ഡം 4-ാം സർഗം ശ്രീ മഹാദേവ ഉവാച. ശിവൻ ശ്രീ പാർവതിയോട് പറയണം. മാർഗേ വ്രജൻ ദദർശാഥാ ശൈല ശൃംഗമിവ സ്ഥിതം വൃദ്ധം ജടായുഷം രാമ കിമേദിതി വിസ്മിത. മാർഗേ വ്രജൻ രാമ, അതായത് പഞ്ചവടിയിലേക്ക് സഞ്ചരിക്കുന്ന രാമൻ ശൈലശൃംഗം ഇവാസ്ഥിതം വൃദ്ധം ജടായുഷം ദദർശ. ഒരു പർവ്വതത്തിൻ്റെ ഒരു ശിഖരം നിലത്ത് കിടക്കുകയാണെന്ന് തോന്നുന്ന അത്ര വലിപ്പമുള്ള ജടായുവിനെ കണ്ടിട്ട് അഥ കിം ഏതത് ഇതി വിസ്മതം, ഇതെന്തൊരു സാധന അത് എന്ന് വിചാരിച്ചു, അത്ഭുതപ്പെട്ടു. അത്ര വലിയൊരു രൂപം. അതായത് അഗസ്ത്യമുനി ഉപദേശിച്ച വഴി കൂടെ ഇങ്ങനെ ശ്രീരാമൻ പോയിട്ട് ഇങ്ങനെ പഞ്ചവടിയിലേക്ക് പോണ സമയത്ത് വഴിയിൽ ഒരു പർവ്വത ശിഖരം വീണ് കിടക്കണ പോലെ വൃദ്ധനായിട്ടുള്ള ജടായു എന്നുള്ള പക്ഷിയെ കണ്ടിട്ട് ഇത് എന്തൊരു ജന്തുവാണെന്ന് വിചാരിച്ച് അത്ഭുതപ്പെട്ടു എന്നാണ് കേട്ടോ. ശ്രീ മഹാദേവ ഉവാച. മാർഗേ വ്രജൻ ദദർശാഥാ ശൈലശൃംഗമിവ സ്ഥിതം വൃദ്ധം ജടായുഷം രാമ കിമേദിതി വിസ്മിതഃ. 2. ധനുരാനയ സൗമിത്രേ രാക്ഷസോയം പുരസ്ഥിത ഇത്യാഹ ലക്ഷ്മണം രാമോ ഹനിഷ്യം ഋഷിഭക്ഷകം. സൗമിത്രേ ധനുഹു ആനയ, ഹേ ലക്ഷ്മണ വില്ലിങ്ങെടുക്കൂ. അയം രാക്ഷസ പുരസ്ഥിത, ഈ രാക്ഷസൻ മുമ്പിൽ നിൽക്കണു. രാക്ഷസനെ വിചാരിച്ചു. ഋഷിഭക്ഷകം ഹനിഷ്യാമി, മഹർഷിമാരെയൊക്കെ ഭക്ഷിക്കണ ഇവനെ ഞാനിപ്പോൾ കൊല്ലട്ടെ, ആ വില്ലിങ്ങെടുക്കൂ. ഇതി ലക്ഷ്മണൻ മഹാലക്ഷ്മണോട് പറഞ്ഞു. ഹേ ലക്ഷ്മണ വില്ലിങ്ങെടു തരൂ, ഇതാ ഒരു രാക്ഷസൻ്റെ അവിടെ കിടക്കണു, മഹർഷിമാരൊക്കെ പിടിച്ചു തന്നെയാണ്, ഇവനെ ഞാൻ കൊല്ലട്ടെ എന്ന് ലക്ഷ്മണനോട് പറഞ്ഞു. ധനുരാനയ സൗമിത്രേ രാക്ഷസോയം പുരസ്ഥിത ഇത്യാഹ ലക്ഷ്മണം രാമോ ഹനിഷ്യം ഋഷിഭക്ഷകം. അപ്പോഴോ തച്ഛ്രുത്വാ രാമവചനം ഗൃദ്ധരാഡ് ഭയപീഡിത വധാർഹോഹം നതേ രാമ പിതുസ്തേഹം പ്രിയ സഖ. അത് കേട്ടിട്ട് തത് രാമവചനം ശ്രുത്വ, രാമൻ്റെ വാക്ക് കേട്ടിട്ട് ഭയപീഡിത, അതായത് ഈ ഗൃദ്ധരാട്ട് എന്നുണ്ട്. ഭയപീഡിത ഗൃധ്രരാട്ട് എന്താ അറിയോ? ഗൃധ്രൻ ചാൽ ഇതാണ് കഴുകൻ, കഴുകന്മാരുടെ രാജാവ്. രാട്ട് ചാൽ രാജാവ്, കഴുകന്മാരുടെ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ ഗൃധ്ര രാജാവ് പേടിച്ചിട്ട് അഹംതേ എന്ന വധാർഹ, ഞാൻ വധാർഹനല്ല, തേ പിതുഹു പ്രിയ സഖ, ഞാൻ അങ്ങയുടെ അച്ഛൻ്റെ പ്രിയ സഖാവാണ്. അഹം പ്രിയ സഖ പറഞ്ഞു, ഞാൻ വധാർഹനല്ല. പേടിച്ചു പറഞ്ഞു കഴുക രാജാവായിട്ടുള്ള ജടായു. അതോ രാമൻ പറഞ്ഞത് കേട്ടപ്പോൾ പേടിച്ചിട്ട് ഈ പക്ഷി ശ്രേഷ്ഠൻ എന്താ പറഞ്ഞ്, ഹേ ശ്രീരാമഭഗവാനെ, ഞാൻ അങ്ങയാൽ വധിക്കാൻ അർഹനല്ല കേട്ടോ, ഞാൻ അങ്ങയുടെ പിതാവിൻ്റെ പ്രിയപ്പെട്ട മിത്രമാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയാം, ഞാൻ അങ്ങയുടെ പിതാവിൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞു. അപ്പം നമുക്ക് തച്ഛ്രുത്വാ രാമവചനം ഗൃദ്ധരാട് ഭയപീഡിത വധാർഹോഹം നദേ രാമ പിതുസ്നേഹം പ്രിയ സഖ. എന്നിട്ട് ഒരു വരിയുള്ളൂ കേട്ടോ, 4-ാമത്തെ. ജടായുർ നാമ ഭദ്രം ദേ ഗൃധ്രോഹം പ്രിയകൃത്തവ. എൻ്റെ പേര് ജടായു എന്നാണ്, ഞാൻ ജടായു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഴുകനാണ്. അങ്ങയ്ക്ക് ഗൃധ്രൻ, അങ്ങയ്ക്ക് ഇഷ്ടമായ, അതായത് അങ്ങയ്ക്ക്
ഇഷ്ടമുള്ളൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങക്ക് ഒരു സഹായം ചെയ്യാൻ ആഗ്രഹിക്കണ അച്ഛൻ്റെ മിത്രമായിട്ടുള്ള എൻ്റെ പേര് ജഡായു എന്നാണെന്ന് പറഞ്ഞു. അങ്ങക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കഴുകനാണ് ഞാൻ. അങ്ങനത്തെ ഒരു എൻ്റെ പേര് ജഡായു എന്നാണ്, അങ്ങയുടെ അച്ഛൻ്റെ മിത്രാണെന്ന് പറഞ്ഞുല്ലോ. ജഡായുർനാമ ഭദ്രം ദേ ഗൃധ്രോഹം പ്രിയകൃത്തവ. അതായത് എനിക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹമുണ്ട് അങ്ങയ്ക്ക്. ഇനി 5ഉം 6ഉം. പഞ്ചവട്യാമഹം വത്സ്യേ തവൈവ പ്രിയ കാമ്യയാ മൃഗയായാം കഥാചിത്തു പ്രയാതേ ലക്ഷ്മണേ പിജ സീതാജനകകന്യാ മേ രക്ഷിതവ്യാ പ്രയത്നത ശ്രുത്വാ തദ്ഗൃധ്രവചനം രാമ സസ്നേഹമബ്രവീത്. തവ ഏവ പ്രിയകാമ്യ, അങ്ങയ്ക്ക് തന്നെ പ്രിയം ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി പഞ്ചവട്യാം അഹം വത്സേ, ഞാൻ പഞ്ചവടിയിൽ താമസിക്കുന്നത് തന്നെ അങ്ങയ്ക്ക് വേണ്ടി ഒരു പ്രിയം ചെയ്യാനാണ്. കഥാചിൽ എപ്പോഴെങ്കിലും മൃഗയായ നായാട്ടിന് ലക്ഷ്മണെ അപീച്ച പ്രയാതെ, ലക്ഷ്മണനും കൂടി പോകുമ്പോൾ വിഷയത്തിൽ ലക്ഷ്മണന് കൂടി പോണ സമയത്ത് ജനകകന്യ സീത, ജനകപുത്രിയായ സീത അങ്ങയുടെ പത്നി പ്രയത്നതഃ മേ രക്ഷിതവ്യ, എനിക്ക് ഞാൻ ആ സീതാദേവിയെ രക്ഷിക്കാൻ പ്രയത്നിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ സീതാദേവിയെ രക്ഷിക്കാൻ ഞാൻ പ്രയത്നിക്കും, അതിന് ഞാൻ അർഹനാണ്. തദ് ഗൃധ്രവചനം ശ്രുത്വ, ആ ഗൃധ്രൻ്റെ വാക്കുകളെ കേട്ടിട്ട്, ജഡായുവിൻ്റെ വാക്ക് കേട്ടിട്ട് രാമ സസ്നേഹം അബ്രവീത്, രാമൻ സ്നേഹത്തോടു കൂടി പറഞ്ഞു. എന്താ അറിയോ, അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പഞ്ചവടിയിൽ താമസിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങും ലക്ഷ്മണൻ നായാട്ടിന് പോകാൻ ഇട വന്നാൽ അപ്പോൾ അങ്ങയുടെ പത്നിയായിട്ടുള്ള ജനകപുത്രിയായിട്ടുള്ള സീത എന്നാൽ രക്ഷിക്കപ്പെടാൻ യോഗ്യയാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുള്ളൂ, എന്താ എക്സാക്ട്ലി ഉണ്ടാവുക എന്ന് പറഞ്ഞില്ല. അങ്ങില്ലാത്ത സമയത്ത് സീതയ്ക്ക് ആപത്ത് വരുമ്പോൾ സീതയെ രക്ഷിക്കാൻ യോഗ്യനാണ് ഞാൻ എന്ന് പറയാണ്. അതങ്ങനെയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ പഞ്ചവടിയിൽ തന്നെ താമസിക്കാം, എനിക്ക് സീതയെ രക്ഷിക്കാനുള്ള, അല്ല എനിക്ക് അങ്ങനെ സഹായിക്കാൻ, അല്ലെങ്കിൽ അങ്ങക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടായി. എന്താ ഇഷ്ടമുള്ള കാര്യം വെച്ചാൽ, അങ്ങ് ലക്ഷ്മണനും കൂടി ഒരിക്കൽ നായാട്ടിന് പോണ സമയത്ത് സീതയെ രക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും, അല്ലെങ്കിൽ അതിന് യോഗ്യനാവും ഞാൻ. ഈ പിതൃപ്രിയനായിട്ടുള്ള ഞാൻ സീതയെ എൻ്റെ പുത്രഭാര്യയെ പോലെ തന്നെയാണ് കരുതണമെന്ന് പറയുകയാണ്. നോക്കൂ, എന്താ അറിയോ, എനിക്ക് ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ പോകുമ്പോൾ പിന്നെ ഞാൻ സീതയെ രക്ഷിക്കുക, എന്നിട്ട് ഒന്നും കൂടി പറയണ്ട തദ് ഗൃദ്ധവത്, അതായത് എനിക്കും എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പിന്നെ എന്താണ് മകൻ്റെ ഭാര്യയാണല്ലോ അപ്പോൾ അത്, അല്ലേ, സ്നുഷയാണല്ലോ, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ദശരഥൻ്റെ സ്നുഷയല്ലേ, അപ്പോൾ എനിക്കും സ്നുഷയെ പോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സീതയ്ക്കൊരാപത്ത് വരുമ്പോൾ ഒന്ന് രക്ഷിക്കാൻ അർഹനാണ് ഞാൻ എന്ന് ഇനി വരാൻ പോണൊരു കാര്യത്തിനെ പറ്റി പിന്നെ ജഡായു സൂചിപ്പിച്ചപ്പോൾ രാമൻ സ്നേഹപൂർവം പറഞ്ഞു. അപ്പോൾ പഞ്ചവട്യാമഹം വത്സ്യേ തവൈവ പ്രിയകാമ്യയാ മൃഗയായാം കഥാചിത്തു പ്രയാതേ ലക്ഷ്മണേ പിച്ച സീതാജനകകന്യാ മേ രക്ഷിതവ്യാ പ്രയത്നത ശ്രുത്വാ തദ്ഗൃധ്രവചനം സസ്നേഹമബ്രവീത്. ഇനി 7. സാധു ഗൃധ്രമഹാരാജ തഥൈവ കുരു മേ പ്രിയം അത്രൈവ മേ സമീപസ്ഥോ നാദിദൂരേ വനേ വസൻ. ഗൃധ്രമഹാരാജ, ഹേ കഴുകന്മാരുടെ രാജാവായിട്ടുള്ളവനോ ആയിട്ടുള്ള ജഡായു മഹാത്മാവേ, സാധു നല്ലത്, അത്രയേവ വനെ ഈ വനത്തിൽ തന്നെ, മേ സമീപസ്ഥ ന അതിദൂരെ വസൻ എൻ്റെ അടുത്തുനിന്ന് അകലെ അല്ലാണ്ട് ഈ പഞ്ചവടി തന്നെ താമസിച്ചോളൂ. തഥാ ഏവ മേ പ്രിയം കുരു, എന്നിട്ട് എനിക്ക് പ്രിയത്തെ ചെയ്താലും എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ജഡായു ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഹേ ഗൃധ്ര മഹാരാജാവേ, നന്നായി ഈ വനത്തിൽ തന്നെ എന്നിൽ നിന്ന് അകലെ അധികം ദൂരെ അല്ലാതെ അങ്ങ് താമസിച്ചോളൂ. സീതാ സംരക്ഷണ രൂപമായിട്ടുള്ള ആ പ്രിയം എനിക്ക് വേണ്ടി ചെയ്യന്നെ വേണം എന്ന് പറഞ്ഞു. ശ്രീരാമനെല്ലാം അറിയാലോ വരാൻ പോണത്. സാധുഗൃധ്ര മഹാരാജ തഥൈവ കുരുമേ പ്രിയം അത്രൈവ മേ സമീപസ്ഥോ നാദിദൂരേ വനേ വസൻ.
8 ഇത്യാമന്ത്രിതമാലങ്ക്യ യയൗ പഞ്ചവടിം പ്രഭു ലക്ഷ്മണേന സഹ ഭ്രാത്ര സീതയാ രഘുനന്ദന. ഇതി ആമന്ത്രിതം ആലിംഗ്യ, ഇപ്രകാരം പറഞ്ഞതിന് ശേഷം ജടായുവിനെ ആലിംഗനം ചെയ്ത് ഭ്രാത ലക്ഷ്മണേന സീതയാ സഹ, സീതാലക്ഷ്മണ സഹിതനായിട്ട് പ്രഭു രഘുനന്ദന യയൗ, പ്രഭുവായ രാമൻ പഞ്ചവടിയിലേക്ക് പോയി. ഇങ്ങനെ വേണ്ട വിധം രുദ്രരാജാവിനോടൊക്കെ പറഞ്ഞതിന് ശേഷം ജടായുവിനെ ആലിംഗനം ചെയ്തതിന് ശേഷം രാമൻ സീതാലക്ഷ്മണ സഹിതനായിട്ട് പഞ്ചവടിയിലേക്ക് പോയി. ഇത്യാമന്ത്രിതമാലിംഗ്യ യയൗ പഞ്ചവടിം പ്രഭു ലക്ഷ്മണേന സഹ ഭ്രാത്രാ സീതയാ രഘുനന്ദന ഗത്വാ തേ ഗൗതമീതീരം പഞ്ചവട്യാം സുവിസ്തരം മന്ദിരം കാരയാമാസ ലക്ഷ്മണേന സുബുദ്ധിന. തേ ഗൗതമീതീരം ഗത്വ, ആ ഗൗതമി തീരത്തെ പോയിട്ട് പഞ്ചവട്യാം, പഞ്ചവടിയിൽ സുവിസ്തരം മന്ദിരം, നല്ല അസലൊരു ആശ്രമം പോലെ ഒരു ഭവനം, നല്ലൊരു ഭവനത്തെ സുബുദ്ധിന ലക്ഷ്മണേന, ബുദ്ധിമാനായ ലക്ഷ്മണനെ കൊണ്ട് കാരയാമാസ ചെയ്യിപ്പിച്ചു. എന്നുവെച്ചാൽ പഞ്ചവടിയിലെത്തിയപ്പോൾ രാമൻ ഇങ്ങനെ ഗോദാവരിയുടെ തീരത്ത്, അതാണ് ഈ ഗൗതമി തീരം, ഗോദാവരിയുടെ തീരത്ത് അവർ പ്രവേശിച്ചു. അവിടെ പഞ്ചവടി എന്നുള്ള ആ കാട്ടിൻ്റെ കാനന പ്രദേശത്ത് വളരെ വിശാലമായിട്ടൊരു ഭവനം ലക്ഷ്മണനെ കൊണ്ട് രാമൻ പണിയിച്ചു. പഞ്ചവടിയിൽ താമസിക്കാൻ ഇനി 10, 11, 12, 13 4 ഒന്നിച്ചാട്ടോ. അത്രതേ ന്യവസൻ സർവേ ഗംഗായ ഉത്തരേ തടേ കദംബ പനസാമ്രാതി ഫലവൃക്ഷസമാകുലേ വിവിക്തേ ജനസമ്പാധവർജിതേ നീരുജസ്ഥലേ വിനോദയൻ ജനഗജം ലക്ഷ്മണേന വിപശ്ചിത അധ്യുവാസമു സുഖം രാമോ ദേവലോക ഇവാമര കന്ദമൂലഫലാദീനി ലക്ഷ്മണോനുദിനം തയോഃ ആനീയ പ്രദദൗ രാമസേവാ തൽപരമാനസ ധനുർബാണധരോ നിത്യം രാത്രൗ ജാഗർത്തി സർവദാ. ലക്ഷ്മണൻ അത്ര ശുശ്രൂഷിക്കുന്നുണ്ട്. ഗംഗായാഹ ഉത്തരേ തടേ, അങ്ങനെ ഗോദാവരിയുടെ വടക്കേക്കരയിൽ കദംബ പന സാമ്രാതി ഫലവൃക്ഷസമാകുലേ, കദംബം പനസം ചക്കയതുകൊണ്ട് കേട്ടോ, കദംബം പനസം ആമ്രം മാങ്ങ മുതലായ ഫലവൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതും വിവിക്തേ ഏകാന്തം, വേറെ ഒന്നുമില്ല, നല്ല ഏകാന്തമായിട്ടുള്ള സ്ഥലമാണ്. ജനസമ്പാധവർജിതേ, ജനസമൂഹങ്ങളൊന്നുമില്ല, കൊടുങ്കാടാണ്. നീരുജസ്ഥലേ, രോഗബാധയില്ലാത്ത പ്രദേശത്തോടു കൂടിയതുമായ നീരുജനാണ്. രുചാച്ചാൽ ദണ്ണാണ്. അപ്പം നീരുജാണ്, ആരുമില്ലല്ലോ, അതുകൊണ്ട് നീരുജം ഒരു ദണ്ണവും വരാൻ വഴിയില്ല. രോഗബാധയില്ലാത്ത പ്രദേശത്തോടു കൂടിയതുമായ തത്ര, ആ സ്ഥലത്ത് തേ സർവേന്യവസൻ, അവരെല്ലാവരും താമസിച്ചു. ജനകജാം വിനോദയൻ രാമൻ സീതയെ ആനന്ദിപ്പിച്ചു കൊണ്ട്, രാമൻ സീതയെ എപ്പോഴും ഇങ്ങനെ നല്ല അവർ സുഖമായിട്ട് താമസിക്കുക തന്നെയാണ്, സീതയെ സന്തോഷിപ്പിച്ചുകൊണ്ട് വിപശ്ചിത ലക്ഷ്മണേന, വിദ്വാനായ ലക്ഷ്മണനോടുകൂടെ ദേവലോകെ അമരായിഹ, ദേവലോകത്തിലെ ഇന്ദ്രൻ എന്ന പോലെ, ദേവലോകത്തിൽ ദേവേന്ദ്രൻ ഇരിക്കണ പോലെ സുഖമധ്യുവാസ, സുഖമായിട്ട് താമസിച്ചു പഞ്ചവടിയിൽ. രാമ സേവാതൽപരമാനസഹ ലക്ഷ്മണ അനുദിനം, രാമനെ ശുശ്രൂഷിക്കുന്നതിൽ അങ്ങേയറ്റം ഔത്സുക്യത്തോടു കൂടിയ ലക്ഷ്മണൻ എല്ലാ ദിവസവും കന്ദമൂല ഫലാദീനി, ധാരാളം കിഴങ്ങുകളും പഴങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ആനീയ തയോഹോ പ്രദതവും കൊണ്ടുവന്ന് കൊടുത്തു. നിത്യം രാത്രവും, അതുമാത്രമല്ല രാത്രി ധനുർബാണധര സർവദാ ജാഗ്രതി, ഉറങ്ങാതെ വില്ലും അമ്പും കയ്യിൽ പിടിച്ച് രാത്രി ഇവർക്ക് ജാഗ്രതയോടുകൂടി ഇവർക്ക് കാവലും നിന്നു. പാവം ലക്ഷ്മണനെ അങ്ങേയറ്റം ശുശ്രൂഷിക്കും, രാത്രി ഉറങ്ങൂല്ല, ഉറങ്ങാതെ കാവൽ നിൽക്കും. വില്ലും ബാണവും കയ്യിൽ പിടിച്ചിട്ട് എപ്പോഴും ഉറക്കമില്ലാതെ ഇവർ കാവൽ നിൽക്കും രാത്രി. അങ്ങനെയാണ്. എന്താ വെച്ചാൽ ഈ ഗോദാവരി നദിയുടെ വടക്കേക്കരയിലെ കദംബം, പ്ലാവ്, മാവ് ഇങ്ങനത്തെ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഏകാന്തമായിട്ടുള്ള ഈ രോഗാതിപീഠകളൊന്നും ബാധിക്കാത്ത നല്ല ശുദ്ധജലവും ശുദ്ധവായുവും ഒക്കെ ധാരാളമുള്ള ആ സ്ഥലത്ത് ലക്ഷ്മണൻ നിർമ്മിച്ച ആ വിശാലമായിട്ടുള്ള ഭവനത്തിൽ
അവരെല്ലാവരും സുഖമായിട്ട് വസിച്ചു. എല്ലാം സീതയ്ക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് സീതയെ സന്തോഷിപ്പിച്ച രാമൻ സുഖമായിട്ട് താമസിച്ചു. മാത്രമല്ല ശുശ്രൂഷിക്കാൻ പിന്നെ ലക്ഷ്മണനും ഉണ്ടല്ലോ. അതുകൊണ്ട് വിവേകിയായിട്ടുള്ള ലക്ഷ്മണനോട് കൂടെ ദേവലോകത്തിൽ ദേവന്മാരെ പോലെ സുഖമായിട്ട് വസിച്ചു. അതായത് രാമനെ സേവിക്കുന്നതിൽ അങ്ങേയറ്റം ഔത്സുക്യമുണ്ടായിരുന്ന ആ ലക്ഷ്മണൻ നല്ല ഫലമൂലാദികളൊക്കെ ദിവസേന കൊണ്ടുവരും. രാത്രി അമ്പും വില്ലും കയ്യിൽ പിടിച്ച് വളരെ ജാഗ്രതയോടുകൂടി ഉറങ്ങാതെ ഇവരെ കാത്ത് രക്ഷിച്ച് നിൽക്കുകയും ചെയ്യും. അതായത് ശ്രീരാമനും ഇതിൽ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു വ്യാഖ്യാനത്തിൽ തയോഹ പ്രദതം എന്ന് പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു എന്ന് പറയാൻ എന്താ വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ലക്ഷ്മണനൊന്നും അത്ര കേമായിട്ട് നല്ല ഫലമൂലാദികളൊന്നും ഭക്ഷിച്ചില്ല. കിട്ടണ നല്ല കായയും പിന്നെ എന്താണ് കിഴങ്ങുകളും നല്ല ഫലങ്ങളും ഒക്കെ ഇവർക്ക് രണ്ടാൾക്കും കൊടുത്തു. അവനവൻ്റെ കാര്യം ഒട്ടും പ്രധാനമാക്കിയിട്ട് എന്താണ് ലക്ഷ്മണൻ കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് ആ തയോഹ പ്രദതവും പറഞ്ഞത്. അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. വെച്ചാൽ ലക്ഷ്മണൻ അത് കാര്യമായിട്ടൊന്നും അനുഭവിച്ചില്ല എന്ന് പറയുകയാണ്. ആഹാരം അത്ര ശ്രീരാമനോട് അത്ര ഭക്തിയാണ് ലക്ഷ്മണന്. ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ചും കൊണ്ടാണ് ലക്ഷ്മണൻ്റെ വനവാസം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർക്ക് രണ്ടാൾക്കും കൊടുത്തു. അവനവൻ തിന്നു എന്നുള്ളത് സംശയമാണ്. ജീവൻ കിടക്കാൻ വേണ്ടി എന്താ വെച്ചാൽ കഴിക്കുന്നുണ്ടാവും, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ രാത്രി ഉറങ്ങണമില്ല. അപ്പം ആഹാരവും നിദ്രയും ഉപേക്ഷിച്ചും കൊണ്ടാണ് ലക്ഷ്മണൻ്റെ വനവാസം എന്നർത്ഥം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താ അറിയോ, അന്ന് പിന്നെ എന്താണ് വിശ്വാമിത്ര മഹർഷി ഇവർക്ക് പിന്നെ ബല അതിബല എന്നുള്ള മന്ത്രം ഉപദേശിച്ചുകൊണ്ട് പിന്നെ എന്താണ് വിശപ്പും ദാഹവും അറിയില്ല, അത് ചെല്ലിയാൽ മതി. അപ്പോൾ വിശപ്പും ദാഹവും അറിയില്ല. അപ്പോൾ ഫുൾ ടൈം രാമനെയും സീതയും ശുശ്രൂഷിക്കാൻ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാമസേവ നിമിത്തം ഊണും ഉറക്കവും കൂടാതെ എങ്ങനെ ലക്ഷ്മണന് സാധിച്ചു എന്നുള്ളതിനൊരു കാരണം ഈ ബല അതിബല എന്നുള്ളത് വിശ്വാമിത്രൻ പഠിപ്പിച്ചുല്ലോ. അപ്പോൾ ആ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് പിന്നെ വിശപ്പുമില്ല ദാഹവും ഇല്ല. അപ്പോൾ ഊണും ഉറക്കവും ഇല്ലാതെ 24 മണിക്കൂറും ശ്രീരാമനെയും സീതയും സേവിക്കന്നെയായിരുന്നു. ശുശ്രൂഷിക്കന്നെയായിരുന്നു ലക്ഷ്മണൻ. അല്ലേ പാവം, എത്ര ഭക്തിയാണ് ഏട്ടനെ ഉള്ളൊരു ഭക്തി. അങ്ങനെ വേണ്ട പോലെ ശുശ്രൂഷിച്ച് അവർ ദേവന്മാർ സ്വർഗത്തിൽ എന്ന പോലെ സുഖമായി വസിച്ചു എന്ന് പറയാം അല്ലേ. ഇനി ഞാൻ 4 വായിച്ച് നമുക്കൊന്നും കൂടി എന്തായാലും ചെയ്യാം. തത്രതേന്യവസൻ സർവേ ഗംഗായ ഉത്തരേ തടേ കദംബപന സാമ്രാതി ഫലവൃക്ഷ സമാകുലേ വിവിക്തേജന സംബാധവർജിതേ നീരുജസ്ഥലേ രോഗല്യതേ വിനോദയൻ ജനകജാം ലക്ഷ്മണേന വിപശ്ചിത അധ്യുവാസസുഖം രാമോ ദേവലോക ഇവാമര കന്ദമൂലഫലാദീനി ലക്ഷ്മണോനുദിനം തയോഹോ ആനീയ പ്രദദൗ രാമസേവാ തത്പരമാനസ ധനുർബാണധരോ നിത്യം രാത്രൗ ജാഗർത്തി സർവദാ. ബലയെ അതിബലെ അറിയോണ്ടും കൂടി ഉണ്ട് ഊണ് ഉറക്കമില്ലാണ്ട് ഇവരെ ശുശ്രൂഷിക്കാൻ സാധിച്ചത്. ഇനി 14. അതെ 14. സ്നാനം കുർവന്ത്യനുദിനം ത്രയസ്തേ ഗൗതമീ ജലേ ഉഭയോർമധ്യഗാ സീതാ കുരുതേ ച ഗമാഗമൗ. തേ ത്രയ, അവർ 3 പേരും ഗൗതമീ ജലേ ഗോദാവരിയിലെ ജലത്തിൽ അനുദിനം സ്നാനം കുർവന്തി, ദിവസം തോറും എല്ലാ ദിവസവും കുളിച്ചു. സീത ഉഭയോഹോ മധ്യഗ ഗമാഗമൗ കുരുതേ, സീത 2 പേരുടെ മധ്യത്തിലായിട്ടാണ് എപ്പോഴും സഞ്ചരിച്ചിരുന്നത്. അച്ഛാ സീതയെ കാത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ ശ്രീരാമനും പിന്നിൽ ലക്ഷ്മണനും നടക്കും, സീത നടുക്കും. അവർ 3 പേരും എല്ലാ ദിവസവും ഗോദാവരി ജലത്തിൽ സ്നാനം ചെയ്തു. ഈ ഗോദാവരി ജലത്തിലേക്ക് പോകുമ്പോഴേ, നദിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ രാമലക്ഷ്മണന്മാരുടെ നടുക്കാണ് സീത നടക്കുക. അതാണ് പറഞ്ഞത്. സ്നാനം കുർവന്ത്യനുദിനം ത്രയസ്തേ ഗൗതമീ ജലേ ഉഭയോർമധ്യഗാ സീതാ കുരുതേ ച ഗമാഗമൗ. പോയി വരുമ്പോഴൊക്കെ ആഗമി എന്ന് പറഞ്ഞില്ലേ. ആനീയ സലിലം നിത്യം ലക്ഷ്മണ പ്രീതമാനസ സേവതേ ഹരഃ പ്രീത്യ ഏവമാസൻ സുഖം ത്രയഃ. പ്രീതമാനസ ലക്ഷ്മണ, സന്തോഷത്തോടു കൂടിയിട്ടുള്ള മനസ്സോടു കൂടിയ ലക്ഷ്മണൻ നിത്യം സലിലമാനീയ, ദിവസേന ആശ്രമത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് പ്രീത്യ സേവതേ,
വളരെ സ്നേഹത്തോടു കൂടി അവരെ ശുശ്രൂഷിക്കുന്നു. ഏവം ത്രയഃ സുഖം ആസൻ, ഇപ്രകാരം മൂവരും സുഖമായി വസിച്ചു. അതായത് ലക്ഷ്മണന് ഇവരെ ശുശ്രൂഷിക്കുന്നതിലുള്ള സന്തോഷം ലക്ഷ്മണനുണ്ടേ. അതാണ് ലക്ഷ്മണനപ്പോൾ പിന്നെ 24 മണിക്കൂറും ഇവരെ ശുശ്രൂഷിക്കാനുള്ള ആഗ്രഹമാണുള്ളത്. അപ്പം അത് സാധിക്കുന്നുണ്ട്. കാരണം ഭഗവാനാണെന്ന് അറിയാലോ. അപ്പം വളരെ സന്തോഷത്തോടു കൂടി ലക്ഷ്മണൻ ആവശ്യത്തിനുള്ള ജലം ഗോദാവരിയിൽ നിന്ന് എല്ലാ ദിവസവും കൊണ്ടുവന്ന് കൊടുക്ക്. രാമനെയും സീതയും എപ്പോഴും അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിച്ചു. ഇങ്ങനെ 3 പേരും സുഖമായി വസിച്ചു. ആനീയ സലിലം ലക്ഷ്മണനും ആ ശുശ്രൂഷ എൻജോയ് ചെയ്തും കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ലക്ഷ്മണ അയ്യോ പാവം നമുക്ക് തോന്നണ്ടെന്ന് പറയാണ് വ്യാസമഹർഷിയെ. ലക്ഷ്മണൻ ആ ചെയ്യുന്ന സേവ അങ്ങേയറ്റം ആസ്വദിച്ചാണ് ചെയ്യണത്. ഇവർ സേവിക്കപ്പെടുന്നവർക്കും സന്തോഷം. അപ്പം 3 ആളും സന്തോഷിച്ചിരുന്നു. ആനീയ സലിലം നിത്യം ലക്ഷ്മണ പ്രീതമാനസാ സേവദേഹരഃ പ്രീത്യ ഏവമാസൻ സുഖം ത്രയഃ. ഇനി ഒന്നും കൂടിയും ചെയ്യാം. ഏകദാ ലക്ഷ്മണോ രാമമേകാന്തേ സമുപസ്ഥിതം വിനയാവനതോ ഭൂത്വാ പപ്രച്ഛ പരമേശ്വരം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏകദ ഒരു ദിവസം ലക്ഷ്മണൻ വിനയാവനത വിനയം കൊണ്ട് തല കൂപ്പിയിട്ട് ഏകാന്തേ സമുപസ്ഥിതം പരമേശ്വരം രാമം ഏകാന്തത്തിലിരിക്കുന്ന രാമനോട് പപ്രച്ഛ ചോദിച്ചു. ഇങ്ങനെ സുഖമായി വസിക്കുന്ന കാലത്ത് ഒരു ദിവസം സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടുള്ള രാമൻ ഏകാന്തത്തിലിരിക്കണ സമയത്ത് സുഖമായിരിക്കണ സമയത്ത് ലക്ഷ്മണൻ അടുത്ത് ചെന്നിട്ട് വളരെ വിനയാന്വിതനായിട്ട് നമസ്കരിച്ചും കൊണ്ട് ഇപ്രകാരം ചോദിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ഇന്നിവിടെ നിർത്താം. നോക്കട്ടെ എത്രാമത്തേത്. 16. ഏകദാ ലക്ഷ്മണോ രാമമേകാന്തേ സമുപസ്ഥിതം വിനയാവനതോ ഭൂത്വാ പപ്രച്ഛ പരമേശ്വരം. അപ്പോൾ നമുക്കിവിടെ നിർത്താം. 16 കഴിഞ്ഞിട്ട്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.